ചരിത്ര ഭൂരിപക്ഷവുമായി അധികാരത്തിലെത്തിയതിന് പിന്നാലെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളും മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള ചരടുവലികളും ശക്തമാവുകയാണ്. സംസ്ഥാന ഭരണത്തിന്റെ അമരത്തേക്ക് ആരെത്തണം എന്നതിനെ ചൊല്ലി വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ 3 മുതിർന്ന നേതാക്കളെ കേന്ദ്രീകരിച്ച് പാർട്ടിയിൽ അധികാര തർക്കം മുറുകുകയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പോര് ഇതിനോടകം അണികൾക്കിടയിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ മന്ത്രിസഭയിൽ തങ്ങളുടെ അംഗബലം ഉറപ്പാക്കാനും UDF ഘടകകക്ഷികൾ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടേണ്ട എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ AICC നിരീക്ഷകർ കേരളത്തിലെത്തി MLA-മാരെ നേരിട്ട് കാണും. UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ അടുത്തയാഴ്ച ഉണ്ടാകുമെന്നാണ് സൂചന. MLA-മാരുടെ പിന്തുണ തേടിയാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യത ആർക്കാണ്? MLA അല്ലാത്ത കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? കാണാം RDX റാപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം തേടിയതിനു ശേഷമാണ് കോൺഗ്രസിൽ വീണ്ടും മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായത്. മുഖ്യമന്ത്രി കസേരയ്ക്കായി വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു. തീരുമാനമെടുക്കാൻ AICC നിരീക്ഷകർ കേരളത്തിലെത്തി MLA-മാരെ നേരിട്ട് കാണും. 45ഓളം MLA-മാരുടെ പിന്തുണയുള്ള കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കെ.സി. കഴിഞ്ഞാൽ കൂടുതൽ MLA-മാരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ്. സീനിയോറിറ്റി പരിഗണിച്ച് മുഖ്യമന്ത്രി ആക്കണമെന്ന വാദമാണ് ചെന്നിത്തല ഉയർത്തുന്നത്. 5 വർഷം പ്രതിപക്ഷ നേതാവായുള്ള പ്രവർത്തനവും താൻ ഉറപ്പു നൽകിയ ചരിത്ര വിജയവും ചൂണ്ടിക്കാട്ടിയാണ് വി.ഡി. സതീശന്റെ നീക്കം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യമായി തന്നെ വി.ഡി. സതീശനെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. MLA-മാരുടെ അഭിപ്രായത്തിനൊപ്പം പൊതു അഭിപ്രായം കൂടി കോൺഗ്രസ് പരിഗണിക്കും. മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുന്നതിനിടെ ഡൽഹിയിലും സംസ്ഥാനത്ത് പലയിടത്തും വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. ഡൽഹിയിലെത്തിയ കെ.സി. വേണുഗോപാലിന് വമ്പിച്ച സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത്. RDX റാപ്പ്, ന്യൂസ് മലയാളം. തനിക്ക് വേണ്ടി ഫ്ലക്സ് വെക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നും ബോർഡും ബാനറും വെക്കുന്നത് മുഖ്യമന്ത്രി തീരുമാനത്തിൽ പരിഗണനയല്ല എന്നും കെ.സി. വേണുഗോപാൽ ഇന്ന് രാവിലെ പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഉടൻ തീരുമാനിക്കുമെന്നും അതിനായുള്ള നടപടികൾ പാർട്ടി തുടങ്ങിയെന്നും കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. അല്ല, എനിക്ക് വേണ്ടി ഒന്നും വരാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മറ്റേതെങ്കിലും പ്രചരണത്തിൻ്റെ രീതിയിൽ ബോർഡ് വെക്കുന്നുണ്ടോ ബാനർ വെക്കുന്നുണ്ടോ, എൻ്റെ ആയാലും ആരുടെ ആയാലും വെക്കുന്നുണ്ടോ, മുഖ്യമന്ത്രി തീരുമാനത്തിൽ അതൊരു ഘടകമേ അല്ല. അതെല്ലാം അത്തരം പ്രൊസീജിയേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള പരിശ്രമമായിട്ട് കാണാൻ പറ്റും. കോൺഗ്രസിന്റെ മികച്ച വിജയത്തിന്റെ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു നേതാവിനല്ലേ എന്നായിരുന്നു KPC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പ്രതീക്ഷിക്കേണ്ട എന്നും KPC അധ്യക്ഷൻ വ്യക്തമാക്കി. ഇല്ല, ഒരിക്കലും ഇല്ല. ബോർഡുകൾ വെച്ച് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കേണ്ട കാര്യമുണ്ടോ? പ്രവർത്തകരോട് അങ്ങനെ ഒരു അധിക സമയത്തേക്ക് ഒന്നും വേണ്ടിവരില്ല. ഫ്ലെക്സ് ബോർഡ് ഒരാളിലേക്ക് എത്തും. മുഖ്യമന്ത്രി ആരാകുമെന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് K. മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും തനിക്ക് പഴയ നിലപാടില്ല എന്നും K. സുധാകരനും പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന വൈകില്ല എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇന്ന് പ്രതികരിച്ചു. ഫ്ലക്സ് നോക്കിയിട്ട് പാർട്ടി നേതാവിനെ തീരുമാനിക്കില്ല. അങ്ങനെ ഒരു കീഴടക്കം ഞങ്ങളുടെ പാർട്ടിയിൽ കാലാവസ്ഥയൊന്നും ഉണ്ടാവില്ല. എന്നാണോ യോഗം ചേരുന്ന അന്ന് പാർട്ടി നേതാവിനെ തെരഞ്ഞെടുത്തു. എൻ്റെ മനസ്സിലുള്ള ഞാൻ പറയേണ്ട സ്ഥലത്ത് പറയും. അല്ല, അത് മുഖ്യമന്ത്രി ആവണം എന്ന് അന്ന് പറഞ്ഞത് ആ സാഹചര്യം ഇപ്പോഴും ഉണ്ടാവും. അല്ല, ഉറച്ചു നിൽക്കാനൊന്നുമില്ല, ഞാൻ പോയിട്ടൊന്നുമല്ല ഉള്ളത്. UDF നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ടാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. UDF നേതൃത്വം മുഖ്യമന്ത്രി വരട്ടെ, മുഖ്യമന്ത്രിയുടെ തീരുമാനമൊക്കെ അതിന് ശേഷമായിരിക്കും പിന്നെ ആരെല്ലാമാണ് മന്ത്രിമാരാവുക എന്നൊക്കെ മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും നമുക്ക് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ പാർട്ടിയുടെ തീരുമാനങ്ങൾ അപ്പോൾ അറിയിക്കുന്നതാണ്. നമുക്ക് വിശദാംശങ്ങൾ നോക്കാം. വോട്ട് വർദ്ധിപ്പിക്കുകയാണ് UDF ചെയ്തത് എന്ന കണക്കൊക്കെ ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നിട്ടുണ്ട്. 102 സീറ്റ് എന്ന വിജയത്തിലേക്ക് UDFനെ നയിച്ചത് വോട്ട് വിഹിതത്തിലുണ്ടായ 7.02% വർധനയാണ്. 2021 UDFനുണ്ടായ 39.36% വോട്ട് ഇത്തവണ 46.39% വർദ്ധിച്ചു. വലിയ വർധന അതിലുണ്ടായി. ഇതിൽ കോൺഗ്രസ് വോട്ടുകൾ 3.59% വർദ്ധിച്ച് 28.79% ഉയർന്നു. വലിയ വോട്ട് ശതമാനമായി. 22 സീറ്റ് നേടിയ മുസ്ലിം ലീഗിൻ്റെ വോട്ട് 2.71% വർദ്ധിച്ച് 11.01% എന്ന നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പോടെ എത്തി. 7 സീറ്റുകൾ നേടിയ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും നേരിയ വർധന അവരുടെ വോട്ട് ശതമാനത്തിൻ്റെ കണക്കിൽ ഉണ്ടായിട്ടുണ്ട്. 2021 ജോസഫ് വിഭാഗത്തിനുണ്ടായ 2.43% വോട്ട് 2.7%-ആയാണ് ഇത്തവണ വർദ്ധിച്ചത്. ഇത്രയുമാണ് അതിൻ്റെ വിശദാംശങ്ങൾ. അതായത് പ്രധാനമായിട്ടും മുഖ്യമന്ത്രി തീരുമാനമാണ് ഇന്നത്തെയും എത്ര ദിവസത്തേക്ക് എന്നുള്ളത് കാര്യം നമ്മൾ കാത്തിരുന്നറിയേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കുറച്ച് ദിവസവും കൂടെ വാർത്ത വായിക്കുന്ന ആളുകൾ
അങ്ങ് പറഞ്ഞു പോകും. കാരണം 5 വർഷമായിട്ട് അതാണ് നമ്മൾ ഓരോ ദിവസവും വായിച്ചുകൊണ്ടേയിരുന്ന 10 വർഷമായിട്ട് 10 വർഷമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ആ പേര് മാറ്റിയിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നാണോ, മുഖ്യമന്ത്രി KC വേണുഗോപാൽ എന്നാണോ, മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാണെന്നാണോ വായിച്ച് പഠിക്കേണ്ടത് എന്ന് ഇനിയും തീരുമാനമായിട്ടില്ല. എപ്പോഴേക്കാകുന്ന വിചാരിക്കുന്നത്? അത് പരമാവധി നേരത്തെ ആകണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അതിൽ കുറച്ചുകൂടി സമയം എടുക്കാൻ തന്നെയാണ് സാധ്യത. ആ തീരുമാനം കുറച്ചുകൂടി സമയം എടുക്കുമെന്ന് പറയാൻ കാരണം ഇതിപ്പോൾ തമിഴ്നാട്ടിൽ TVKയുമായിട്ടുള്ള സഖ്യ ചർച്ചകൾ സംബന്ധിച്ച് ആ ചർച്ചകൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തൽക്കാലത്തേക്ക് ഹൈക്കമാൻഡ് മാറ്റിവെച്ചത്. അതിൻ്റെ സമയം മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് അത് കുറച്ച് വേഗത്തിൽ ആ കാര്യങ്ങളൊക്കെ തീർത്തു പോകാം. അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് അധികം കാലതാമസം വേണ്ട. DMK മുന്നണിയിൽ മത്സരിച്ച പാർട്ടിയാണ്. പക്ഷേ വേണമെങ്കിൽ ഈ പറയുന്ന TVKയ്ക്ക് ഒത്തുപോകുന്നതിന് TVKയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം വേഗത്തിലാക്കാം അവിടെ. പക്ഷേ കേരളത്തിലെ കാര്യത്തിൽ അത്ര എളുപ്പത്തിൽ, അതായത് ഇത്രയും വലിയ 100-ന് മേൽ സീറ്റ് 102 സീറ്റിൻ്റെ വലിയ വിജയം നേടുമ്പോഴും അവിടെ തീരുമാനമുണ്ടാവാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ് അതൊക്കെ മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകർ ഇവിടെ വരുന്നു. ആ നിരീക്ഷകർ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ അറിയിച്ച് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നു എന്നതാണല്ലോ സങ്കല്പം. യഥാർത്ഥത്തിൽ സനീഷ്, ഈ ഹൈക്കമാൻഡ് സംഘം ഇങ്ങോട്ട് വരേണ്ടതുണ്ടോ? ഇപ്പം ഒരു പൊതുബോധം എന്താണ് കേരളത്തിൽ? ഇത് 2006-ൽ VS അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള ആലോചന വന്ന് VSൻ്റെ പേര് വെട്ടുന്ന ഘട്ടത്തിൽ ഉണ്ടായ സാഹചര്യത്തിന് സമാനമായ ഒരവസ്ഥ അത് കോൺഗ്രസിൽ മാത്രമല്ല. ഇത് കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് കൊണ്ട് നേടിയ വിജയമല്ല, ഇത് പൊതുജനങ്ങളുടെ വലിയ പിന്തുണ കൊണ്ട് നേടിയ വിജയമാണ്. അപ്പോൾ ആ വിജയം ആർക്ക് അവകാശപ്പെട്ടതാണ്? അത് പ്രാഥമികമായി പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ 5 വർഷം ഇടതുമുന്നണി വെറുതെ ഇരിക്കുകയൊന്നും ആയിരുന്നില്ല. ആ ഇടതുമുന്നണിക്കെതിരെ വന്ന ഓരോ പ്രതിപക്ഷ നീക്കങ്ങൾക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. എല്ലാ പരിഹാസവും ഏറ്റുവാങ്ങി അവരുടെ പരിഹാസം VD സതീശൻ എന്നുള്ള ഒരൊറ്റ നേതാവ് മുന്നിൽ നിന്ന് നയിച്ച VD സതീശൻ തന്നെയാണ്. അപ്പോൾ VD സതീശൻ എന്ന നേതാവിനെ തൽക്കാലം മാറ്റിവെച്ചിട്ടുള്ളൊരു ചർച്ച എന്നത് തന്നെ പൊതുസമൂഹത്തെ നമ്മളിപ്പം ഈ അടുത്ത് നിന്ന് ഈ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നത് കൊണ്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതകൾ അറിയാവുന്നത് കൊണ്ടും ഈ നേതാക്കൾ ആദ്യഘട്ടം മുതൽ നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടും നമുക്കിത് അത്ര വിചിത്രമായ ഒരു സംഗതിയായി തോന്നില്ല. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ഞെട്ടിക്കുന്നതാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം ഞെട്ടിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. KC വേണുഗോപാലിന് അർഹതയില്ല എന്ന് ഞാൻ എന്തായാലും പറയില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് അർഹതയില്ല എന്ന് ഞാൻ പറയില്ല. അവരൊക്കെ മുഖ്യമന്ത്രിമാരാവാനുള്ള ശ്രമം നടത്തണം എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ആ കാര്യത്തിലൊക്കെ കാരണം അവർക്ക് എല്ലാവരും ആ ഒരു സ്ഥാനലബ്ധി എന്നത് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായതുകൊണ്ട് ആ നീക്കങ്ങളൊക്കെ നടത്തിയേക്കാം. പക്ഷേ ഒരു അതിനു വേണ്ടിയുള്ള കുറുക്കുവഴികൾ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതി വന്നാൽ അത് ഇത്തവണ എന്തായാലും കോൺഗ്രസിൻ്റെ അണികളും പ്രാദേശിക പ്രവർത്തകരും സാധാരണ ജനങ്ങളും ശക്തമായി എതിർക്കും. വേണമെങ്കിൽ VS അച്യുതാനന്ദന് വേണ്ടി തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച പോലെ മുദ്രാവാക്യം വിളിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനൊരു കാരണം ഈ വരുന്ന നിരീക്ഷകരാരാണ്? അതൊരു KC സ്ക്വാഡാണ് വരിക. അവർക്ക് മുന്നിലാണ് ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ഇരിക്കേണ്ടി വരിക. ആ KC സ്ക്വാഡിനോട് സത്യം വെളിപ്പെടുത്താൻ എത്ര പേർക്ക് പറ്റും? എത്ര പേർക്ക് അത് ആത്മവിശ്വാസത്തോടെ വെളിപ്പെടുത്താൻ കഴിയും? ഇവിടെ ഇപ്പോൾ ദീപാദാസ് മുൻഷിയാണ് കേന്ദ്ര നിരീക്ഷകയായി തൽക്കാലം ഇവിടെ കേരളത്തിലുള്ളത്. ദീപാദാസ് മുൻഷി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതകൾ അറിയാവുന്നതുകൊണ്ട് പറയാം, KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത ഒരു പ്രവർത്തകയാണ്. KC വേണുഗോപാലാണ് ദീപാദാസ് മുൻഷിയുടെ നേതാവ്. അതാണ് അതിൻ്റെ വാസ്തവം. KC വേണുഗോപാൽ ആരാണ്? കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന ഈ ഹൈക്കമാൻഡ് എന്ന നമ്മൾ കണ്ടിട്ടില്ലാത്ത ആ സങ്കല്പ സംവിധാനത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവരിൽ ഒരാളാണ് KC വേണുഗോപാൽ. അപ്പോൾ KC വേണുഗോപാലിൻ്റെ സ്ക്വാഡിനെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. എന്തിന്? ഇവിടുത്തെ MLA-മാരുടെ എല്ലാം മനസ്സറിയാൻ. അവിടെ പോയിട്ട് രഹസ്യമായിട്ട് ഇത് മുമ്പ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളതാണ്. ഹൈക്കമാൻഡ് ഈ രീതിയിൽ തന്നെയാണ് ആളുകൾ മൗസീന കിദ്വായി ഒക്കെ വരും. ഇവിടുത്തെ MLA-മാരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയും. ഇപ്പോഴത്തതിനേക്കാൾ സ്വതന്ത്രമായിരുന്നു അന്നത്തെ സാഹചര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KC വേണുഗോപാലിനെ പോലെ ഒരു നേതാവ് അവിടെ ഇരുന്നിട്ട് കേരളത്തിലേക്ക് ആളെ അയക്കുകയല്ല ചെയ്യുന്നത്. യഥാർത്ഥത്തിലുള്ള ഈ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വന്ന് ഇവിടുത്തെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്ത് അതിനനുസരിച്ച് ഇവിടെ ആളുകളെ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ KK കരുണാകരൻ 10-34 MLA-മാരുടെ പിന്തുണയൊക്കെ ആയി ഇരിക്കുമ്പോഴും അവിടെ AK ആന്റണി മുഖ്യമന്ത്രിയായി ഇരുന്നത് എന്തുകൊണ്ടാണ്?
കൃത്യമായി ഓരോരുത്തരോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എത്ര പേരുടെ പിന്തുണയുണ്ട് ഓരോ വിഭാഗത്തിനും എന്ന് മനസ്സിലാക്കിയിട്ട് ആ തീരുമാനത്തിലേക്ക് എത്തി. ഇപ്പം നേരിടുന്ന പ്രശ്നം എന്താ പറയുക, ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പില്ല. അതായത് ഗ്രൂപ്പ് എന്ന സുഘടിതമായ ഒരു സംവിധാനത്തിൻ്റെ നേതാവല്ല വി ഡി സതീശൻ. എനിക്ക് ഏറ്റവും ബഹുമാനം വി ഡി സതീശനുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വി ഡി സതീശനോട് എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുമ്പോൾ ഗ്രൂപ്പ് നേതാവായല്ല ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി സീറ്റ് സംഘടിപ്പിക്കാനുള്ള തിടുക്കപ്പെടലിലായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിർണയ ഘട്ടത്തിൽ ജയിക്കുന്നവരാരാണ് എന്നത് കണ്ടെത്താനും അവരെ മത്സരിപ്പിക്കാനുമുള്ള ശ്രമമാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച ക്യാപ്റ്റൻ നടത്തിയത്. അപ്പോൾ ആ വി ഡി സതീശനെയാണ് ഇവരെല്ലാവരും കൂടി, അതായത് ജയിക്കുന്നവരെ വി ഡി സതീശൻ കൂടി ചേർന്നിരുന്ന് തെരഞ്ഞെടുക്കുകയും അവരെല്ലാവരും കൂടി വി ഡി സതീശനെ വെട്ടി കെ സി വേണുഗോപാലിൻ്റെ കൂടെ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അത് എത്രത്തോളം ഇപ്പോൾ 45 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നതൊക്കെ ഈ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്തയാണല്ലോ. അപ്പോൾ കെ സി വേണുഗോപാലിന് 45 പേരുടെ പിന്തുണയുണ്ട് എന്ന് പറയുന്നു. കെ സി വേണുഗോപാൽ അങ്ങനെയാണോ പിന്തുണ ഉണ്ടാക്കേണ്ടത്? കെ സി വേണുഗോപാൽ പിന്തുണ ഉണ്ടാക്കിക്കോട്ടെ, പക്ഷേ ഇങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം ഇപ്പോൾ രമേശ് ചെന്നിത്തല ആത്യന്തികമായി ഈ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു പ്രശ്നം കാര്യം ഇപ്പോൾ കേരളത്തിൽ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട്, ഈ പറഞ്ഞ നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കേരളത്തിൻ്റെ സാഹചര്യമൊക്കെ അദ്ദേഹം സൗത്തിൽ നിന്നായതുകൊണ്ട് കുറേ അറിയാം എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പണ്ടൊക്കെ കെ കരുണാകരനെ കുറിച്ചൊരു കഥയുണ്ട്. അതായത് ഇവിടെ വെള്ളപ്പൊക്കം കഴിഞ്ഞ് എല്ലായ്പ്പോഴും ഇവിടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിയുമ്പോൾ കേന്ദ്ര നിരീക്ഷകർ വരും ഫണ്ട് തരാനായിട്ട്. ഇവർ വന്ന് നിരീക്ഷിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ വെള്ളപ്പൊക്കം കഴിഞ്ഞിരിക്കും. ഇവർ പോയി കറങ്ങി നോക്കുന്നത് ആ കാലത്ത് ഈ കോട്ടയം ജില്ലയുടെ ഭാഗത്ത് അവിടെയൊക്കെയാണ് വെള്ളപ്പൊക്കമോ വല്ല കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടാകുന്നത്. രണ്ടാമത് ചെന്ന് നോക്കുമ്പോൾ വലിയ വലിയ കെട്ടിടങ്ങൾ, അന്ന് ആ കാലത്ത് കോട്ടയത്ത് ഇപ്പം ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഉടനീളം കാണുന്നത് പോലെ വലിയ വീടുകളൊക്കെ അവിടെയാണ്. ഈ വീട് കണ്ടു കഴിയുമ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ എന്ത് കുഴപ്പം, ഇവിടെയൊന്നും ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഫണ്ട് ഉണ്ടാവില്ല. ഒരു തവണ കരുണാകരൻ നേരെ ഹെലികോപ്റ്റർ കുട്ടനാടിന് മുകളിലേക്ക് വിട്ടെന്നാണ് പറയുന്നത്. കാരണം താഴെ നോക്കിയാൽ വരമ്പുകൾ കാണാം, ബാക്കി താഴേക്ക് നോക്കുമ്പോൾ മൊത്തം വെള്ളം. അപ്പോൾ ഈ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ വർഷമാണ് ഏറ്റവും കൃത്യമായി ഫണ്ട് ലഭിച്ചത്, കേന്ദ്ര സഹായം ലഭിച്ചതെന്ന് പറയും. അതുപോലെ ഒരു പരിപാടിയാണ് ഈ ഫ്ലെക്സ് വെപ്പ്. അതായത് ഇപ്പം ഡൽഹിയിൽ രമേശ് ചെന്നിത്തലയുടെ ലേഖനം, രമേശ് ചെന്നിത്തലയെക്കുറിച്ചുള്ള ലേഖനം ഡൽഹിയിൽ മാത്രം വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അത്ര കൃത്യമായി ഇവിടുത്തെ ഗ്രൗണ്ട് അറിയാത്തത് കൊണ്ട് ഇത് വായിച്ചു നോക്കിയിട്ട് പോകും. അങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ പിന്നെ രമേശ് ചെന്നിത്തല ഇരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള ചിന്ത കൊണ്ടാണ്. ഒരു പരിധി വരെ അവരങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണല്ലോ അത് വരുന്നത്. ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് ഡൽഹി മുഴുവൻ കെ സി വേണുഗോപാൽ ഫ്ലെക്സ് വെച്ചു. വി ഡി സതീശൻ അവിടെ പോയി ഫ്ലെക്സ് ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ കെ സി വേണുഗോപാൽ അവിടെ തന്നെ ഫ്ലെക്സ് വെച്ചു. അവിടെയുള്ള ആളുകളെ കേരളത്തിലെ നേതാവ് ഞാൻ തന്നെയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നു. അത് അദ്ദേഹം വെച്ചെന്ന് പറയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവർ വെക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയാണ്. ഇതെല്ലാം എന്തിനാണ്? ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരാനുള്ള ഒരു നീക്കമാണ്. വേറെ 1-2 കാര്യം കൂടിയുണ്ട്. ഒരു തരത്തിൽ ഞാനൊരു കാര്യത്തിലും ഇടപെടുന്നില്ല, എനിക്കങ്ങനെയൊന്നുമില്ല എന്നുള്ള നാട്യത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെങ്കിലും വാസ്തവം അതാണോ? അല്ല. എന്താ ഇപ്പോൾ നിഷാദ് റാവുത്തർ ഒരു ദിവസം നിന്നിട്ട് പറഞ്ഞു കെ സി വേണുഗോപാലിന് എന്ത് യോഗ്യതയാണുള്ളത്, ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിയർത്ത് വെയിൽ കൊണ്ടത് വി ഡി സതീശനല്ലേ, അദ്ദേഹം തന്നെയല്ലേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന് വിമർശിച്ച ദിവസം പിറ്റേ ദിവസം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും, അതായത് കെ സി പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് പ്രത്യേകം തന്നെ പറയണമല്ലോ, മുഴുവൻ നേതാക്കളും കെ സിയുടെ അപദാനങ്ങൾ കൊണ്ട് ഫേസ്ബുക്ക് നിറച്ചു. ഇത് നമ്മൾ കണ്ടതാണ്. ഇനി അതുകൊണ്ട് തീർന്നില്ല. കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങൾ പറഞ്ഞു, ഇത് ജനങ്ങളുടെ ഒരു വികാരമാണല്ലോ ഈ കാണുന്നത്. ജനങ്ങൾ ആ മട്ടിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ സംഭവിക്കേണ്ടത് എന്നുള്ളൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. എന്താണ് പിന്നെ പിറ്റേന്നത്തെ വാർത്ത എന്താണ്? കോൺഗ്രസിന് വലിയ അതൃപ്തി. കാരണം എന്താണ്? ഈ ഘടകകക്ഷികൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിലൊക്കെ ഇടപെടുന്നതിൽ വലിയ അതൃപ്തി. പഴയ എ ഗ്രൂപ്പാണ് കെ സിക്ക് വേണ്ടി ഇപ്പോൾ മുന്നിൽ കൊടി പിടിച്ച് ഓടുന്നത്. അവരാണ് ആദ്യം ഈ ഘടകകക്ഷികളെ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഇവിടെ പരസ്യമായി അവരുടെ ഇടപെടൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാക്കി തീർത്തത്. 95-ൽ കെ കരുണാകരനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് എ ഗ്രൂപ്പാണ് അന്ന് ഈ ലീഗ് അടക്കം മുഴുവൻ പാർട്ടികളുടെയും നേതാക്കന്മാരെ അണിനിരത്തിക്കൊണ്ട് ഇവർക്കെതിരെ, ആർക്കെതിരെ? അത് കരുണാകരനെതിരെ പറയാൻ വേണ്ടിയിട്ട് അണിനിരത്തിയത്. അവർക്ക് ഇപ്പോൾ ഘടകകക്ഷികൾ ഇടപെടുന്നത് ഭയങ്കര പ്രശ്നമാണ്. അതെന്ത് വിചിത്രമായ സംഗതിയാണ്. അങ്ങനെ ഘടകകക്ഷികൾ ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ടത്. കാരണം ഘടകകക്ഷികൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇവർ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ CP ജോൺ ആയിക്കോട്ടെ, RSP ആയിക്കോട്ടെ, കെ കരമ ആയിക്കോട്ടെ, ഇവരെല്ലാവരും വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഗ്രൗണ്ട് അറിയാം. ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്, ആളുകളുടെ വികാരം എന്താണെന്നറിയാം. അതിനനുസരിച്ച് വേണം തീരുമാനം വരാൻ എന്നതുകൊണ്ടാണ് അവർ ആ ആഗ്രഹം പരസ്യമായോ രഹസ്യമായോ ഒക്കെ പറയുന്നത്. ഇപ്പോൾ ദീപാദാസ് മുൻഷിയാണ് ഇവിടെ നിന്ന് ഹൈക്കമാൻഡുമായിട്ടുള്ള ഇവരുടെ കമ്മ്യൂണിക്കേഷനിലെ മധ്യസ്ഥ, അല്ലെങ്കിൽ ഇവർക്ക് അതിനുള്ള ഇടനില നിൽക്കുന്നയാൾ. എന്താ സംഭവം? ഇത് കെ സി വേണുഗോപാലിൻ്റെ
അടിയുറച്ച ഒരു അനുയായി എന്ന നിലയ്ക്ക് ഇവിടെ വലിയ നേതാവായി നമ്മൾ കാണുന്നുണ്ടെങ്കിലും കോൺഗ്രസ്സുകാർ കാണുന്നുണ്ടെങ്കിലും അടിസ്ഥാനം എന്താണ്? ഡൽഹിയിൽ കെ സി വേണുഗോപാലിൻ്റെ അനുയായി ആയിട്ടുള്ള ഒരു നേതാവാണ് എന്നുള്ളതിന് അപ്പുറത്ത് വേറെ പ്രസക്തിയില്ല. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഇതിനിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പവർ ഉപയോഗിച്ച് ഇതിനെ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. മാവിലിങ്ങനെ മാങ്ങ നിൽക്കുന്നത് കണ്ടിട്ട് സനീഷ് കല്ലെറിഞ്ഞ് മാങ്ങ താഴെ ഇടുന്നു, ഞാനതെടുത്തുകൊണ്ട് ഓടുന്നു. എന്ത് വിചിത്രമായിരിക്കും അത്? അല്ല, അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. വി ഡി സതീശൻ ഇവിടെ വിയർപ്പ് കൊണ്ടു, നുണേശൻ 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 എന്നുള്ള വിളി കേട്ടു. അതെല്ലാം വി ഡി സതീശന് ഗുണം ചെയ്തു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അങ്ങനെയുള്ള നിരന്തരമായ ഭത്സനങ്ങൾ കേട്ടു, ഇതെല്ലാം കേട്ടിട്ട് നിന്ന് നയിച്ചു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ വേണ്ട, അദ്ദേഹത്തിന് 5 പേരുടെ പിന്തുണയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ വരികയാണ്. വി ഡി സതീശന് 5 പേരുടെ പിന്തുണയേ ഉള്ളൂ, അതുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകേണ്ടതില്ല. കെ സി വേണുഗോപാലിന് 45 പേരുടെ പിന്തുണയുണ്ട്. ഇതിനിടയ്ക്ക് അപ്പുറത്ത് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് അർഹതയുണ്ട്. ഇതെല്ലാം ഞാൻ പറയണല്ലോ, അദ്ദേഹത്തിനും അർഹതയുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം പരാജയപ്പെട്ടത് അദ്ദേഹം ഒത്തിരി ആരോപണങ്ങളൊക്കെ സർക്കാരിനെതിരെ കൊണ്ടുവന്നതാണ്. അതിനെ ഒന്നും പ്രതിരോധിക്കാൻ അതിനൊന്നും ഒപ്പം കൊടുത്തില്ല, കൈ കൊടുത്തില്ല കോൺഗ്രസ്സുകാരെന്നുള്ളതൊരു വാസ്തവമാണ്. അന്നേരം എല്ലാവരുടെയും മനസ്സിൽ ഈ പറയുന്ന സ്വപ്നമായിരുന്നു. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തിലിരിക്കുന്നതുകൊണ്ട് ആരും അതിന് കൈ കൊടുത്തില്ല. പക്ഷേ അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ തോറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയ സ്ഥിതിക്ക് പിന്നീട് അദ്ദേഹമല്ല നയിച്ചത് കോൺഗ്രസിനെ, അത് വി ഡി സതീശൻ തന്നെയാണ്. ഇത്തവണ വി ഡി സതീശനാണ് അതിന് അർഹൻ. വി ഡി സതീശനിൽ നിന്ന് ഇത് പിടിച്ചു പറിക്കാനുള്ള ഓരോ നീക്കവും ഈ 102 സീറ്റുകളുടെ ആ പൊലിമ കെടുത്തും. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോകും. നിശ്ചയമായിട്ടും. അപ്പോൾ അതിനകത്തല്ലാണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ വി ഡി സതീശനാണ് ഈ മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനും, അദ്ദേഹത്തിനാണ് അതിന് അവകാശമുള്ളതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അക്കാര്യത്തോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇത് കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ മാത്രം ഒരു വിക്ടറി അല്ല. ഇത് ഹർഷൻ പറഞ്ഞതുപോലെ കേരളത്തിലെ പല വിഭാഗം ആളുകൾ, അതായത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, മതജാതി വ്യത്യാസമില്ലാതെ ഒരു മുന്നണിയെ തെരഞ്ഞെടുത്ത ഒരു വിധിയാണിതെന്ന് പറയാം. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തെരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ ഒരിടത്തും നടക്കുന്നതല്ല. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ യു ഡി എഫിനെ തെരഞ്ഞെടുത്തതാണ്. CPM-കാരുടെ കൂടെ വോട്ട് കിട്ടിയിട്ടാണ്, LDF-ൻ്റെ കൂടെ വോട്ട് കിട്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ഒപ്പിച്ചു വെച്ചത് വി ഡി സതീശനാണ്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന സാംസ്കാരിക നായകരുടെ പിന്തുണ ഇത്തവണ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. സാംസ്കാരിക നായകരുടെ ഉള്ളിൽ ഈ വിധിയിലേക്ക് വരാൻ ആവശ്യമായിട്ടുള്ള തുടർഭരണമൊക്കെ വീണ്ടും വന്നാൽ കുഴപ്പമില്ല എന്നുള്ള സാധനങ്ങളൊക്കെ വെച്ചത് വി ഡി സതീശനാണ്. ഇപ്പോൾ സമൂഹത്തിൻ്റെ പല ഘട്ടങ്ങളിലുള്ള സാംസ്കാരിക സാമൂഹ്യ നായകരുമായിട്ട് ഇപ്പോൾ നമ്മുടെ സണ്ണി കബിക്കാടിന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു, പിന്നെ സീറ്റ് കൊടുക്കാതിരുന്നിട്ട് പോലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായില്ല. അതെല്ലാം കൈകാര്യം ചെയ്ത് ആത്യന്തികമായിട്ട് വി ഡി സതീശനാണ്. അപ്പോൾ ഇതിലേക്ക് എത്തിച്ചത് വി ഡി സതീശനാണ്. ഒരു സംശയമില്ല, വി ഡി സതീശനാണ് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുള്ളത്. പക്ഷേ എനിക്ക് അവിടെ ഒരു കുഴപ്പമുള്ളത് ഹർഷ, അതായത് ഈ രമേശ് ചെന്നിത്തലയുടെ പേര് കൂടെ ഞാൻ അതോടൊപ്പം ചേർത്ത് വെക്കും. കെ സി വേണുഗോപാലിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. കാരണം അദ്ദേഹം മത്സരിച്ചിട്ടില്ല. മത്സരിച്ച 2 പ്രധാനപ്പെട്ട നേതാക്കൾ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് എന്തുകൊണ്ടാണ് അർഹത എന്ന് വെച്ചാൽ, ഞാൻ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിധിയോടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട യു ഡി എഫിൻ്റെ ഒരു വാദം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യു ഡി എഫ് പരാജയപ്പെട്ടു പോയത് കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ ലീഡർഷിപ്പിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ എന്തെങ്കിലും കുറവ് കൊണ്ടല്ല, മറിച്ച് അത് കോവിഡ് കാലം എന്നതിനെ ആ ഇടതുപക്ഷ സർക്കാരിന് നന്നായിട്ട് നേരിടാനുള്ള സൗകര്യം വന്നതുകൊണ്ടാണ് എന്നതാണ് ഇതോടെ ഈ തെരഞ്ഞെടുപ്പോടെ സ്ഥാപിക്കപ്പെട്ട യു ഡി എഫിൻ്റെ ഒരു വാദം. ഇത് യു ഡി എഫ് എല്ലാവരും പറയുന്നതാണ്. കാരണം 2ാം ടേമിലേക്ക് പോയത് അവരുടെ ഒന്നും ക്വാളിറ്റി കൊണ്ടല്ല, മറിച്ച് കോവിഡിനെ കൈകാര്യം ചെയ്താൽ അവർക്കൊരു അവസരം കിട്ടി. ഒരു സങ്കീർണമായിട്ടുള്ള പ്രശ്നത്തെ, ലോകം തന്നെയും കാണാത്തൊരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ആ സർക്കാർ ഒരു അവസരം കിട്ടിയതുകൊണ്ട് അത് ജനങ്ങൾക്കിടയിൽ സ്റ്റേബിളായിട്ടുള്ളൊരു സർക്കാർ വേണം, ഒരു മുഖ്യമന്ത്രി വേണം എന്നുള്ളതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു എന്നതാണ്. ഞാനതിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം അതല്ല കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ സ്ഥാപിക്കപ്പെട്ടൊരു യു ഡി എഫിൻ്റെ വാദം രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ടുണ്ട്. കാരണം ആ ഘട്ടത്തിൽ ഉറപ്പായിട്ടും മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അത് സാധ്യമാകാതെ പോയത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സീനിയോറിറ്റി ഉള്ളതുകൊണ്ടും MLA-മാർക്ക് അദ്ദേഹത്തോടൊരു കൂടുതൽ MLA-മാർ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ടും, പിന്നെ അദ്ദേഹം മുതിർന്നയാളായിട്ട് വി ഡി സതീശനെ പോലെ ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സഭയിലിരിക്കുന്നതിൻ്റെ ഒരു അനൗചിത്യമെന്ന് അദ്ദേഹത്തിൻ്റെ അഭംഗി എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ കണക്കാക്കുന്നത് കൊണ്ടും രമേശ് ചെന്നിത്തല ക്ലെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, വി ഡി സതീശനാണ് കൊടുക്കേണ്ടത്. നമ്മൾ രാഷ്ട്രീയത്തെ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് വി ഡി സതീശനാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ആളുകൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ തെറ്റാണ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് ആ പാർട്ടി അവരുടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ആരാണ് വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിച്ച് വന്നുകൊള്ളട്ടെ എന്നേ വിചാരിക്കുന്നുള്ളൂ. കെ സി വേണുഗോപാലിൻ്റെ കാര്യം പക്ഷേ അത് ഇവിടെ ഹർഷം പറഞ്ഞു. കെ സി വേണുഗോപാൽ ഇന്ന് മാത്രമല്ല, കെ സി വേണുഗോപാലിന് സത്യത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല മാത്രമല്ല ഉണ്ടായിരുന്നത്, അസമിൻ്റെയും ബംഗാളിൻ്റെയും തമിഴ്നാടിൻ്റെ ഒക്കെ ചുമതല ഉണ്ടായിരുന്നു. അവിടങ്ങളിലൊക്കെ തോൽക്കുക ചെയ്തിരിക്കുന്നത്. അവിടെ ആരോപണങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിജയം നേടിയ ഒരു സ്ഥലത്തേക്ക്
രാജ്യത്തിൻ്റെ ആകെ ചുമതലയുള്ള ഒരാൾ നേതാവ് വന്നിട്ട് ഇവിടെ വിജയം നേടിയ ഒരു സ്ഥലത്തിൻ്റെ ക്ലെയിം എടുത്തിട്ട് ഞാനിതാ മുഖ്യമന്ത്രിയാവുന്നു എന്ന് പറയുന്ന ഒരു അഭംഗി ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ളത്, അദ്ദേഹത്തിന് 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഇവിടെ വരും. ഒന്ന് അദ്ദേഹം മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലത്തിൽ, മറ്റത് അദ്ദേഹം പോകുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ, അല്ലേ? അങ്ങനെ 2 ഉപതെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്? അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന ഇരിക്കൂറിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇരിക്കൂറിൽ ഓരോ ഉറപ്പുമില്ല കേട്ടോ, അല്ല എന്നാണ് പറയുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞാണ്. ഒരു പ്രധാനപ്പെട്ട ഉറപ്പായിട്ടും ജയിക്കും എന്ന് പറയുന്ന അവരുടെ ഒരു മണ്ഡലം ഇരിക്കൂറാണല്ലോ. സത്യത്തിൽ അങ്ങനെ ഉറപ്പാണോ ഹർഷ? അതായത് ഇരിക്കൂർ ഒന്ന് ഉറച്ച മണ്ഡലങ്ങൾ കാട്ടപ്പുഴകി വീണ മറ്റേ പക്ഷത്താണെങ്കിലും ജില്ലയിലാണ് ഇരിക്കൂറും എന്ന് നമ്മൾ ഓർക്കണം. അവിടെ കെ സി ജോസഫ് 1987 7476 വോട്ടുകൾക്ക് മാത്രമായിട്ട് തോറ്റിട്ടുണ്ട്, അല്ല ജയിച്ചിട്ടുണ്ട്. ഈ അത്രക്കൊന്നും പോണ്ട 2006 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 1831 ഇരിക്കൂറിൽ. കെ സി ജോസഫിൻ്റെ ഭൂരിപക്ഷം 2006 1831. നമ്മൾ വിചാരിക്കും അവിടെ ഭയങ്കര ശക്തമായിട്ടുള്ളൊരു മണ്ഡലമാണെന്ന്. അല്ല, അവിടുത്തെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 2011 11,757, 2016 9,647, 2021 കഴിഞ്ഞ തവണ 10,010 വോട്ട്. ഇത്തവണ 42,000 വോട്ട് സജി ജോസഫ് അവിടെ നേടിയിട്ടാണ് വിജയിച്ചത്. എന്ന് വെച്ചാൽ ഇരിക്കൂർ UDFിന് കൂടെ നിൽക്കുന്നൊരു മണ്ഡലമാണ്, നല്ല ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ഈ തവണത്തെ വോട്ട് നോക്കണ്ട. ഈ തവണ സകലമാന മനുഷ്യരും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതിമത വ്യത്യാസമില്ലാതെ വോട്ട് ചെയ്തിട്ടാണ് ഇവരെല്ലാം എത്തിയത്. അതുകൊണ്ട് 42,000 നോക്കണ്ട. അവിടെ പയ്യന്നൂരും തളിപ്പറമ്പും CPMനെയും LDFനെയും കൈവിട്ടതുപോലെ അങ്ങനെ കണക്കാക്കിയാൽ വേണമെങ്കിൽ കൈവിടാവുന്ന സ്ഥലമാണ് ഇരിക്കൂർ എന്ന് നമ്മൾ കാണണം. ഞാൻ ആ പറഞ്ഞ നമ്പറിനകത്ത് അതുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം അനവസരത്തിൽ അനർഹമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കാൻ വേണ്ടി വരികയാണ് എന്ന ചിന്തയോ മറ്റോ ഈ CPMകാർ പയ്യന്നൂരും തളിപ്പറമ്പിലും തൃക്കരിപ്പൂരിലും കാണിച്ചു കൊടുത്ത പോലെ ഇരിക്കൂറിലെ കോൺഗ്രസ്സുകാർക്ക് തോന്നിയാൽ അവിടെ അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതിന് ശേഷം ഇതാ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമോ, എന്തായാലും ജയിക്കില്ലേ എന്ന ആത്മവിശ്വാസം കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ല. അതായത് സ്വന്തം കക്ഷിക്കെതിരെ വോട്ട് ചെയ്തിട്ട് അവരെ മറിച്ചിടാൻ മാത്രം അതിൽ ഹരം പിടിച്ച ഒരു ജനതക്ക് അപ്പുറത്ത് ഒരു 6 മാസത്തിനകത്താണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്ന കാര്യം നമ്മൾ അവിടെ ഓർക്കണം. എന്നാൽ അപ്പുറത്ത് നോക്കിയാലോ, അപ്പുറത്ത് ഈ ആലപ്പുഴയിൽ നോക്കിയാൽ ആലപ്പുഴയിൽ 63,500 വോട്ടുകൾക്കാണ് കെ സി വേണുഗോപാൽ ജയിച്ചത്. പക്ഷേ 2019 10,500 വോട്ടുകൾ KM ആരിഫ് ജയിച്ചതാണ്. അപ്പുറത്തായിരുന്നു അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്, ഇടതുപക്ഷക്കാരൻ ജയിച്ചിട്ടുണ്ട്. 2004 CPM ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ വളരെ ഉറച്ച ഒരു UDF മണ്ഡലമാണോ? നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതായത് എല്ലാം ശ്രദ്ധമായിരിക്കുകയാണ്. എല്ലാം ശിഥിലമാകുന്നു എന്ന് പറഞ്ഞൊരു നോവലിൻ്റെ പേരുണ്ട്, മറ്റേ ചിന്നു അച്ചബയുടെ. അതുപോലെ എല്ലാം ശ്രദ്ധമായിരിക്കുന്നൊരു കുഴഞ്ഞ മണ്ണാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ണ്. അതായത് ഒന്നും ഉറച്ചതല്ല. CPMൻ്റെ LDFൻ്റെ ഒക്കെ വലിയ ചെങ്കോട്ടകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണിരിക്കുകയാണ്. ആ സമയത്ത് കോട്ടകളാണെന്ന് കരുതിയിട്ട് 2 ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവരാൻ കോൺഗ്രസിന് പറ്റുമോ എന്ന് അവരാലോചിക്കട്ടെ. ഉറപ്പായിട്ടും ജയിക്കുക. അതായത് അങ്ങനെ സങ്കീർണമായൊരു സാഹചര്യത്തിൽ, അതായത് ഇവിടെ മുഖ്യമന്ത്രിമാരാകാൻ ആളില്ല, അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട നേതാവ് വന്നേ പറ്റൂ. അതുകൊണ്ട് ഈ റിസ്ക് എടുത്തിട്ടും നമ്മൾ ലോക്സഭയിൽ നിന്ന് രാജിവെക്കുകയും നിയമസഭയിൽ പോയിട്ട് മത്സരിക്കുകയും വേണം എന്നൊരു തീരുമാനമാണ് ഒരു പാർട്ടി എടുക്കുന്നതെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. 2 പ്രധാനപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടായിരിക്കെ മൂന്നാമത്തെ ഒരാൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വരേണ്ടതുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് അവർ ആലോചിക്കുമല്ലോ. ഒരു കാര്യം കൂടെ ഉണ്ട് സനീഷേ, അതായത് ഇവരൊക്കെ തമ്മിൽ ഏതാണ്ട് സീനിയോറിറ്റിയിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. കെ സി വേണുഗോപാൽ വലിയ നേതാവാണ്, ഹൈക്കമാൻഡിൽ ഉന്നത പദവിയിലെത്തിയ ആളാണ് എന്ന് പറയുമ്പോൾ യഥാസമയത്ത് കൈപിടിച്ചുയർത്തി കൊണ്ടുപോകാൻ ആളുകളുണ്ടായിരുന്നു. ആ മട്ടിൽ അദ്ദേഹം ഉയർന്നുയർന്ന് മുകളിലേക്ക് പോവുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ ഒരു രീതി വെച്ചിട്ട് ആ നിലയ്ക്ക് അദ്ദേഹം ഉയർന്നുയർന്ന് മുകളിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. കെ സി വേണുഗോപാലും VD സതീശനും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം അതാണ്. അതായത് ഏതാണ്ട് നമ്മളുടെ പ്രായ വ്യത്യാസമേ കെ സി വേണുഗോപാലിനും VD സതീശനും തമ്മിൽ കൂടുതൽ പ്രായ വ്യത്യാസം അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അല്ല എന്ന് സനീഷ് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സത്യം ഞാനൊരു കാര്യം പറയാം. അതായത് ആ ചെറിയ വ്യത്യാസമാണ് ഇവരുടെ പ്രായത്തിൽ പോലും ഉള്ളത്. കെ സി വേണുഗോപാലും VD സതീശനും തമ്മിൽ ഒരു തലമുറയുടെ ആളുകളാണിവർ. എന്താ VD സതീശന് ഈ കാലം അത്രയും സംഭവിച്ചിട്ടുള്ളത്? KSU പ്രസിഡന്റ് ആവും എന്ന് വിചാരിക്കും, KSU പ്രസിഡന്റ് ആകാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകും എന്ന് വിചാരിക്കും, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവാൻ കഴിയില്ല. മന്ത്രിയാകും എന്ന് വിചാരിച്ചു, മന്ത്രിയാക്കിയില്ല. അതായത് 2011 ഒരു സംശയവുമില്ലാതെ VD സതീശൻ മന്ത്രിയാകും, VD സതീശനും TN പ്രതാപനുമായിരുന്നു അന്ന് മന്ത്രിമാരാകുമെന്ന് വിചാരിച്ചിരുന്ന 2 പേര്. കാരണം അന്ന് ഫീൽഡിൽ, അതായത് ഇപ്പോൾ ഷാഫി പറമ്പിലൊക്കെ ഇങ്ങനെ പറന്നു നിൽക്കുന്നത് പോലെ അന്ന് ഫീൽഡിൽ പറന്നു നിൽക്കുകയും ചർച്ചകളിൽ ഏറ്റവും സജീവമായിരിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വളരെ വൈബ്രൻ്റായി ആ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ച നേതാക്കന്മാരായിരുന്നു ഇവരൊക്കെ.
അപ്പോൾ ആ നിലയ്ക്ക് 2011 വി ഡി സതീശൻ മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്ന് വിചാരിച്ചു, കൊടുത്തില്ല. ഇപ്പം അങ്ങനെയാണ് ഇതൊന്നും കിട്ടാതെ സീനിയോറിറ്റിയിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലല്ല. ഇതിൽ ഒടുവിൽ ഇപ്പോൾ നോക്കൂ, മുഖ്യമന്ത്രി ആകും എന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകും എന്ന് കരുതുന്നു, കൊടുക്കാൻ ഒരു പ്ലാനും തൽക്കാലം കോൺഗ്രസിനില്ല. ഒരു കാര്യം കൂടെ പറയാം, കെ.സി. വേണുഗോപാൽ രാജ്യസഭാംഗമായിരുന്നു. രാജ്യസഭാംഗമായിരിക്കെയാണ് അദ്ദേഹത്തിന് പാലക്കാട് മത്സരിക്കണമെന്നൊരു വിളി വന്നത്. അങ്ങനെ അദ്ദേഹത്തിന് പാലക്കാട്ടേക്ക് മത്സരിക്കണമെന്നുള്ള ആഗ്രഹം പറയുന്നു. അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെടുന്നു. രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് ബി.ജെ.പിക്ക് അപ്പം തന്നെ ഒപ്പിച്ചു കൊടുത്തു. കെ.സി. വേണുഗോപാൽ പാലക്കാട്ടേക്ക് വരുമ്പോൾ ബി.ജെ.പിക്ക് രാജ്യസഭയിൽ ഒരു സീറ്റ് വർദ്ധിച്ചു എന്നുള്ളത് ഓർക്കണം. ഒരംഗത്തെ കൊടുത്തു. പാലക്കാടല്ല, ആലപ്പുഴയിലേക്ക് വന്നു. ഇനിയിപ്പോൾ അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് രാജിവെച്ച് ഇവിടെ മുഖ്യമന്ത്രിയാവാൻ തീരുമാനിക്കുന്നു എന്ന് കൂട്ടിക്കോ. ഈ നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ എന്ത് ഉറപ്പാണുള്ളത് ആലപ്പുഴയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന്? കോൺഗ്രസിന് ഒരു അംഗത്തെ കൂടി പാർലമെൻറ്റിൽ കുറച്ചു കൊടുക്കുക. ഇദ്ദേഹം പാർലമെൻറ്റിൽ പോയത്, അല്ലെങ്കിൽ ദേശീയ നേതാവായിരിക്കുന്നത് പാർലമെൻറ്റിലെ കോൺഗ്രസിൻ്റെ അംഗബലം കുറയ്ക്കാൻ തീരുമാനിച്ചാണോ? എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് നല്ലതല്ല അങ്ങനെ ഒരു ആലോചനയും അങ്ങനെ ഒരു തീരുമാനവും. രമേശ് ചെന്നിത്തല ഫൈറ്റ് ചെയ്യട്ടെ, പോരാടട്ടെ, നമുക്ക് ബാക്കി കാണാം. അതെ. 2001 UDF നേടിയ 100 സീറ്റ് എന്ന നേട്ടത്തെ മറികടന്നാണ് ഇത്തവണത്തെ UDFന്റെ ചരിത്ര വിജയം. എന്നാൽ വിജയത്തിന് പിന്നാലെ ഉണ്ടായ വമ്പൻ ആഘോഷങ്ങൾക്ക് ശേഷം നേതാക്കളും പ്രവർത്തകരും വീണ്ടും ചേരിതിരിഞ്ഞുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള കോൺഗ്രസിലെ ചർച്ചകളും അതിനൊപ്പമുള്ള നേതാക്കളുടെ ചരടുവലികളുമാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ കനക്കുന്നത്. ഇതിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനായാണ് ജയിച്ചുവന്ന കോൺഗ്രസ് MLA-മാരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ. എന്നാൽ ഘടകകക്ഷികളിൽ പ്രധാനിയായ മുസ്ലിം ലീഗിന്റെ പിന്തുണയിലാണ് VD സതീശന്റെ പ്രതീക്ഷ. 5 വർഷം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ നയിച്ചു എന്നതിനപ്പുറം വലിയ ഭൂരിപക്ഷത്തോടെ മുന്നണി അധികാരത്തിലെത്തിച്ചു എന്നത് സതീശന് അനുകൂല ഘടകമാണ്. പരിചയസമ്പന്നതയും MLA-മാരുടെ പിന്തുണയുമാണ് രമേശ് ചെന്നിത്തല പക്ഷത്തിന്റെ തുറുപ്പുചീട്ട്. എന്തു തന്നെയാണെങ്കിലും വിജയം നേടിയതിനുള്ള ക്രെഡിറ്റ് ഈ 3 നേതാക്കൾക്കും ഒരുപോലെ അർഹിക്കുന്ന ഒന്നാണ് എന്നതിൽ സംശയമില്ല. വിജയത്തിന് ശേഷം മൂവർക്കും കിട്ടുന്ന അത്യുഗ്രൻ സ്വീകരണവും ഇതൊക്കെ കൊണ്ടുതന്നെയാണ്. അതുകൊണ്ട് മറ്റ് കലഹങ്ങളിലേക്ക് നീങ്ങാതെ പെട്ടെന്നൊരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് സാധിക്കട്ടെ എന്ന് മാത്രം RDX ആശിക്കുന്നു.